ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികളെ മതം മാറ്റുന്നതിനായി പ്രവർത്തിക്കുന്നത് നിരവധി ജിഹാദി സംഘടനകൾ. മതം മാറ്റുന്നതിനായി ആളുകളെ പ്രത്യേകം തെരഞ്ഞെടുക്കുന്നുണ്ട്. മുസ്ലിങ്ങളായ ആൺകുട്ടികളെയും മതം മാറ്റുന്നുണ്ട്. അനുഭവ കഥകൾ തുറന്നു പറഞ്ഞ് സാമൂഹിക പ്രവർത്തകയും സിനിമാ സീരിയൽ പ്രൊഡ്യൂസറുമായ ലൂസിയമ്മ. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി അനഘ ഹർഷൻ ചേരുന്നു. അനഘ, ലൂസിയമ്മ എന്തെല്ലാം കാര്യങ്ങളാണ് വെളിപ്പെടുത്തുന്നത്? തന്നെ ലൂസിയാമ്മ എന്ന് പറയുന്ന സാമൂഹിക പ്രവർത്തകയും അതുപോലെ തന്നെ സിനിമാ സീരിയൽ പ്രൊഡ്യൂസറുമായ ലൂസിയാമ്മ പറയുന്നത് ഇത്തരത്തിൽ ലവ് ജിഹാദ് ഉണ്ടായിട്ടുണ്ട്. സമൂഹത്തിൽ വിവിധ ഇടങ്ങളിൽ നിന്ന് ഇത്തരം പ്രവർത്തനങ്ങൾ തുടരെ നടക്കുന്നുണ്ട്. മാത്രമല്ല, ഇത്തരത്തിലുള്ള ആളുകൾക്ക് ഒരു പ്രത്യേക അജണ്ടയുണ്ട്. ആ അജണ്ട സെറ്റ് ചെയ്തുകൊണ്ടാണ് ഇത്തരം സംഘടനകൾ ഇവിടെ പ്രവർത്തിക്കുന്നത്. ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികളെ ഇവർ സെലക്ട് ചെയ്യുന്നു. അതിനിവർ കൃത്യമായി തന്നെ അവരുടെ ഏറ്റവും വീക്കായിട്ടുള്ള പോയിന്റ് തന്നെ കണ്ടെത്തുന്നു, അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങളാണ് ഇവർ അതിനായി തിരഞ്ഞെടുക്കുന്നത്. അതിനുശേഷം പിന്നീട് ഇവർ മതം മാറ്റാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു എന്നാണ്. മാത്രമല്ല, ഈ കഴിഞ്ഞ വർഷങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരുന്നു. അതിൽ ഇടപെടുകയും അതിനുശേഷം ആ പെൺകുട്ടിയെ തിരിച്ചു കൊണ്ടുവരികയും ഒക്കെ തന്നെ ചെയ്തത് ഈ ലൂസിയാമ്മ അടങ്ങുന്നവരായിരുന്നു. ഇത്തരത്തിൽ അന്ന് CA പഠിക്കുകയായിരുന്ന ഈ 19 വയസ്സുള്ള പെൺകുട്ടിയും അതേ ക്ലാസ്സിൽ പഠിക്കുകയായിരുന്ന മുസ്ലിം ആയിട്ടുള്ള മറ്റൊരു യുവാവും ഇവർ തമ്മിൽ ഈ യുവാവ് പ്രണയാഭ്യർത്ഥന നടത്തുകയും അതിനുശേഷം ഈ പെൺകുട്ടി അത് നിഷേധിക്കുകയും ഒക്കെ തന്നെ ചെയ്തു. പിന്നീട് ഈ പെൺകുട്ടിയുടെ നഗ്ന വീഡിയോ ഈ പെൺകുട്ടിയെ അറിയാതെ എടുക്കുകയും ഇത് വെച്ച് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ഈ ഭീഷണിപ്പെടുത്തുന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് മതം മാറണം എന്നായിരുന്നു. അതായത് പൊട്ടുമയക്കണം, തലയിൽ തട്ടമിടണം എന്ന് തന്നെയായിരുന്നു യുവാവ് പറഞ്ഞത്. ആ രീതിയിലായിരുന്നു ഭീഷണിപ്പെടുത്തിയിരുന്നത്. പിന്നീട് ഈ പെൺകുട്ടി ഇതിൽ നിന്നൊക്കെ തന്നെ റിക്കവറായി തിരിച്ചു വരികയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ നിരവധി അനുഭവങ്ങൾ, പെൺകുട്ടികൾ മാത്രമല്ല ഇത്തരത്തിൽ ആൺകുട്ടികളും ഈ മതം മാറ്റാനുള്ള ഇവരുടെ ഇരയായിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ഒരു ആൺകുട്ടിയുടെ കഥ ലൂസിയാമ്മ പറയുന്നുണ്ട്. അങ്ങനെ ഈ ലൂസിയാമ്മ അടക്കമുള്ള സാമൂഹ്യ പ്രവർത്തകർക്ക് ഇത്തരത്തിൽ നിരവധി അനുഭവങ്ങൾ ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട്. അതിനിപ്പോഴും ഒരു ശമനമില്ല, അതിപ്പോഴും തുടരുകയാണ് എന്ന് തന്നെയാണ് ലൂസിയാമ്മ പറയുന്നത്. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ 3 ലവ് ജിഹാദ് സംഭവങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഈ ഒരു അവസരത്തിലാണ് ലൂസിയാമ്മ തനിക്ക് ഇത്തരത്തിൽ നേരിടേണ്ടി വന്ന അനുഭവങ്ങളൊക്കെ തന്നെ തുറന്നു പറയുന്നത്. ഇത് ലൂസിയാമ്മയുടെ വാക്കുകൾ ലവ് ജിഹാദ് ഇല്ല എന്ന് പറയുന്നവർക്കുള്ള ഒരു കൃത്യമായ മറുപടി കൂടിയാണ്. രോഹിണി, ശരി, അനഘ ഹർഷനാണ് വിവരങ്ങൾ നൽകിയത്.